അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചോദിച്ചില്ല. வடிவேலு என்னங்க பால்பாயசம் இருக்கு, சாப்பிட்டு போங்க. ஐயோ வேண்டாம், கடை തുറക്കാൻ ടൈം ആச்சு. അന്തോണീസ് പുണ്യാളാ, ഇന്റെ ലുലു മാളിൽ മാത്രം നല്ല ബിസിനസ് ഉണ്ടാവണേ. റോളിംഗ് സാർ, ആക്ഷൻ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. അങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങി അല്ലേ ജോർജ്? കലക്കല്ലേ. ഗസ്റ്റിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തരാൻ, കാരണം എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ സീക്രട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ധ്യാൻ ശ്രീനിവാസൻ, മണിക്കുട്ടൻ ആൻഡ് കലേഷ്. വെൽക്കം ടു ദി ഷോ. അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. ഹലോ. ആക്ച്വലി ആങ്കേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ ആഴ്ചയും ചേട്ടനോട് എന്ത് ചോദിക്കുന്നു, എനിക്കൊന്നും ചോദിക്കാനില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി. നിങ്ങൾ ആർക്കാ ഏറ്റവും കൂടുതൽ സീക്രട്സ് ഉള്ളത്? എനിക്കൊന്നുമില്ലെന്നറിയാം. വിശ്വസിച്ചു ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. മഹാരാഷ്ട്ര മലേഷ്യ ഒരുമാതിരി ഷാജി കാലസ് പടം പോലെ തുടങ്ങിയാൽ ഇപ്പൊ ഒരു പ്രിയദർശൻ സിനിമ പോലെ ആയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവല്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പക്കാരനായ നായകൻ ഞാനായിരിക്കും മലയാള സിനിമ. ഒരു ഫുൾ മീൻസ് ബോയ് ഫ്രണ്ട് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ആയിരിക്കും. സമ്മതിക്കും, എന്തെങ്കിലും എന്തൊരു നീചനാണ്. സ്വാമി സാർ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സിനിമ. അപ്പൊ എന്തായിരുന്നു ആ ഒരു ഫീൽ? ഇതിലേക്ക് ചേട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോ നല്ലതായിരുന്നു. ടഫ് ചോദ്യം എന്നോട് ചോദിക്കുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഓക്കെ, അത് നമുക്ക് 26ന് കാണാം. അതെന്താ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ചേട്ടനെന്താ ഞാൻ പറയണല്ല ഇങ്ങനെ. നോ, ഞാൻ ചേട്ടന് ഭയങ്കര ഫാനാണ്. ഓക്കെ, 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. എന്നാ ഈസി ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ ആഴ്ച മുന്നേ അല്ലേ നമ്മൾ കണ്ടേ? അപ്പൊ ഈ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ കാണാത്തൊരാഴ്ച. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൊരു അമരൻ ശ്രമമാണ് ഞാൻ നടത്തിയത്. ഹരി, ഒന്ന് ശ്രദ്ധിക്കുക. നീ നമ്മുടെ അഗാധമായ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കണ്ട. നിന്റെ വായി വരുന്ന ബാക്കിയുള്ള തെറിയുടെ അങ്ങ് വിളിച്ചേര്. മിനിമം നിനക്കെങ്കിലും ഒരു ആശ്വാസമാകുമല്ലോ. എനിക്ക് അല്ല, ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ബേസിൽ കണ്ണാടി വെച്ച് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ മാർക്കറ്റ് വാല്യൂ കൂടി. എന്താ നിന്റെ ഉദ്ദേശം? മാസം ഒന്നായി ബാക്കിയുള്ളോ നേരാൻ വേണം കക്കൂസി പോകാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടണു. ഞാൻ ആലോചിക്കുന്നുണ്ട്. വരട്ടെ, കല്യാണമൊക്കെ വന്നു ചേരാനുള്ളതല്ലേ. ഇവർക്ക് നേരത്തെ നടന്നു, എനിക്കത് കുറച്ച് വൈകി. നിനക്ക് എത്ര വയസ്സായത്? 10-40 വയസ്സുണ്ടാവൂലേ? ആയില്ലേ? ഞാൻ ഇത്രയും കാലം കൊണ്ട് കല്യാണം കഴിച്ചു. ഇതാണ് വിഷമോ? ഇതാണ് വിഷമം. മസ്താനിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്താ കെട്ടാത്തത്? തിരിച്ചു ചോദിക്കുന്നു. വീട്ടില് ഭയങ്കര പട്ടിണിയാണ്. എന്റെ തന്തേന്ന് പറഞ്ഞ ഒരാഴ്ചയായി പടി പിടിച്ച് വീട്ടിൽ പണിക്കുപോണ്ടിരിക്കണത്. എനിക്ക് പ്രായമായിട്ടില്ല. എനിക്ക് എന്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ കൊച്ചുമോനാണ്. അതുകൊണ്ട് ഇതാണ് കുഞ്ഞ്. അടുത്ത ആഴ്ചയും കാണണം, ഞാൻ കാത്തിരിക്കും. അപ്പൊ ശരി മക്കളെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പോന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.